السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരെ, ജില്ലാ സാഹിത്യോത്സവിൻ്റെ ഈ പ്രൗഢമായ സദസ്സിൽ സത്യം നന്മ നാം കാവലിരിക്കുമെന്ന പ്രസക്തമായ പ്രമേയത്തിൽ നിങ്ങളുമായി ചിലത് സംവദിക്കട്ടെ ഇൻഷാ അല്ലാഹ്. മാനവികതയുടെ നിലനിൽപ്പ് തന്നെ സത്യം നന്മ എന്നീ രണ്ട് നെടും തൂണുകളിലാണ്. സത്യം എന്ന വെളിച്ചവും നന്മ എന്ന തണലും നഷ്ടമാകുന്നിടത്ത് ലോകം ഇരുളടഞ്ഞു പോകും. ഈ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നത് വിശ്വാസിയുടെ ജീവിത ദൗത്യമാണ്. തിന്മയുടെ പുകച്ചുരുൾ മൂടി അസഹിഷ്ണുതയുടെ അന്ധകാരത്തിൽ വിയർക്കുന്ന ലോകം. നുണയുടെ ആർഭാടങ്ങൾക്ക് മുന്നിൽ സത്യം ഒറ്റപ്പെട്ടു പോകുമോ എന്ന് നാം ഭയക്കാറുണ്ട്. സ്വാർത്ഥതയുടെ കൊടുങ്കാറ്റിൽ നന്മയുടെ തിരി അണഞ്ഞു പോകുമോ എന്ന് നാം ഒരു വേള സംശയിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞു പോയ കാലങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഏത് അന്ധകാരതയിലും തെളിഞ്ഞു വരുന്ന നന്മയുടെ തീപ്പന്തങ്ങളെയാണ്. മനുഷ്യരാശിയുടെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ഓരോ കാലഘട്ടങ്ങളിലും നന്മയും തിന്മയും സത്യവും അസത്യവും നീതിയും അനീതിയും ധർമ്മവും അധർമ്മവും വേർതിരിക്കാനുതകുന്ന ഒരു നിഴൽപ്പാലം രൂപപ്പെട്ടിട്ടുണ്ട്. കൊലക്കത്തി എടുത്തവന് മുന്നിൽ ജീവൻ പൊതിഞ്ഞു പിടിച്ചവനെയും അന്നം നിഷേധിച്ചവർക്ക് മുന്നിൽ വിഷപകറ്റിയവനെയും കിടപ്പാടം തകർത്തവർക്കിടയിൽ കൂരകൾ പണിതു നൽകിയവനെയും ലോകം കണ്ടതാണ്. പത്രമാധ്യമങ്ങൾ നാം ഒന്ന് ചികഞ്ഞു നോക്കിയാൽ യുദ്ധക്കെടുതിയും ഭീകരതയുടെ ഭീതിപ്പെടുത്തുന്ന ചിത്രങ്ങൾക്കുമപ്പുറം സ്നേഹത്തിനെയും സഹവർത്തിത്വത്തിനെയും നന്മയുടെ മുഖങ്ങൾ നമുക്ക് കാണാം. ജാതി മത വർഗീയ വിഘടനവാദങ്ങളുടെ പേരിൽ പരസ്പരം പോരടിക്കുന്ന ഒരു സമൂഹം ഒരു ഭാഗത്ത് ആക്രമണങ്ങൾ അയച്ചിടുമ്പോൾ മനസാക്ഷിയെ ഞെട്ടിച്ച മഹാമാരിയിലും ഉരുൾപൊട്ടലിലും രോദനങ്ങളായി മാറിയ മനുഷ്യ ശരീരങ്ങളെ നിറമോ മതമോ നോക്കാതെ കോരിയെടുത്ത മനുഷ്യന്റെ കരങ്ങളിൽ നന്മയുടെ കാവൽക്കാരനെ നാം കണ്ടതാണ്. ലോകഗുരുദാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ പ്രസക്തമാണ്. ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി അലൽ ഹഖ് ളാഹിരീൻ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നന്മ കൈവിടാത്ത ഒരു സമൂഹം ഖിയാമത്ത് നാൾ വരെ എൻ്റെ സമുദായത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന നന്മ വിശാലമാണ്. പാവപ്പെട്ടവന്റെ വിശപ്പടക്കലും രോഗിയുടെ വേദനയിൽ കൂട്ടിരിക്കലും അനാഥരിൽ തലോടലും നന്മയാണ്. നിങ്ങൾ സത്യം മുറുകെ പിടിക്കൂ, അത് നിങ്ങളെ നന്മയിലേക്ക് നയിക്കുമെന്ന് പ്രവാചക പാഠം. ട്രൂത്ത് ക്യാൻ പ്രൊവൈൽ ഓൺലി ഇൻ വിർച്യൂ ട്രൂത്ത് ഇറ്റ്സെൽഫ്. ലഹരിക്കടിമപ്പെട്ട് സ്വന്തം രക്തബന്ധങ്ങൾക്ക് നേരെ കൊല്ലക്കത്തി ഉയർത്താൻ അറിയിക്കാത്ത പുതുതലമുറയിലെ യൗവന കൗമാരങ്ങൾക്കിടയിൽ അനീതിക്കെതിരെ സംഘടിക്കാനും കൃത്യമായി ദിശാബോധം നൽകി നന്മയിലേക്ക് നയിക്കാനും കഴിയുന്ന ഒരു യുവസമൂഹം ഇവിടെ നിലകൊള്ളുന്നുണ്ട്. ഒരു ദുഷ്ടനാൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട പരദേശിയായ പെൺകുട്ടിയെ സംരക്ഷിക്കാൻ അന്ധത മുറ്റിയ ആ കാലത്ത് ഹൽഫുൽ ഫുദൂൽ എന്ന സംഘടന ഉണ്ടാക്കി പെൺകുട്ടിയെ രക്ഷിച്ച ചരിത്രം ആ സംഘടനയിൽ ഞാനും ഭാഗമായിരുന്നു എന്ന് പിൽക്കാലത്ത് ആരംഭ അഭിമാനപൂർവ്വം സ്മരിക്കാറുണ്ട്. നന്മയ്ക്ക് വേണ്ടി സംഘടിക്കാൻ മുത്ത് റസൂലിന്റെ ആഹ്വാനമുണ്ടെന്നു സാരം. പ്രാസ്ഥാനിക സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന സ്വാന്തന സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ആധാരം ഇതുതന്നെയല്ലേ? പ്രിയപ്പെട്ടവരെ, പതറാത്ത സത്യവും തളരാത്ത നന്മയുമാണ് ഈ ലോകത്തിന് ആവശ്യം. അസത്യത്തിന്റെ പാതയിൽ ലാഭങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ സത്യത്തിന്റെ പാതയിലാണ് സമാധാനം വിജയമുള്ളത്. നമ്മുടെ വാക്കുകൾ സത്യമുള്ളതാകട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്മയുള്ളതാകട്ടെ. വരും തലമുറക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ഈ മൂല്യങ്ങളും തിരിച്ചറിഞ്ഞ് ഒരാദർശത്തിന്റെ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയട്ടെ. എൻ്റെ വാക്കുകൾക്ക് ഇവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.